Hello friends, welcome back to my channel. So ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന രണ്ട് കിടിലൻ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വാട്സാപ്പിൻ്റെ രണ്ട് കിടിലൻ അപ്ഡേറ്റ്സ്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ DP ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ്. പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. സോ അതെന്താണെന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നു. ഫ്രണ്ട്സ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. സോ ഇവിടെ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറൊന്നും ഇട്ടിട്ടില്ല. സോ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് വരുന്നത്. ഗാലറിയുണ്ട്, ക്യാമറയുണ്ട്. ഈ രണ്ട് ഓപ്ഷൻസും കഴിഞ്ഞ അപ്ഡേറ്റിൽ തന്നെ നമ്മുടെ വാട്സാപ്പിലുള്ളതാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയി വന്ന അപ്ഡേറ്റിൽ മൂന്നാമതൊരു ഓപ്ഷൻ സെർച്ച് വെബ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ഐക്കൺ ആഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന് ഏത് പ്രൊഫൈൽ പിക്ചറാണോ കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിക്ചർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാം. സോ ഫ്ലവേഴ്സ് എന്ന് ഞാൻ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തു. നമുക്കൊരു പൂവിൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെ കൊടുക്കാം. സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് നമുക്കിവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് കാണാം. അപ്പോൾ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു സെർച്ച് വെബ് എന്നൊരു ഓപ്ഷനിലൂടെ നമ്മൾ കൊടുക്കുന്ന കീവേഡ് അനുസരിച്ച് വാട്സാപ്പ് തന്നെ ഗൂഗിൾ നെറ്റ്വർക്കിൽ നിന്നും പിക്ചേഴ്സ് ചൂസ് ചെയ്ത് തരുന്നതാണ്. സോ ഒരു ഫ്ലവർ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ അതായി മാറുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സെർച്ച് വേർഡ് കൊടുക്കാം. കാർസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് കാർസിൻ്റെ ഫോട്ടോസ് നമുക്കിവിടെ കാണാം. അതിൽ ഒരു കാർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ലോഡിംഗ് എന്ന് കാണിക്കും. സോ ആ ഒരു കാറിൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായി മാറുന്നതാണ്. സോ ഈ പിക്ചേഴ്സൊക്കെ വാട്സാപ്പ് വെബ് നമ്മുടെ ഗ്ലോബൽ ഇൻ്റർനെറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് എടുക്കുന്നതാണ്. സോ ഈ ഒരു കിടിലൻ ഫീച്ചർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിളിൽ പോയി ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത് അത് ഗാലറിയിൽ നിന്നും പോയി പിക്ക് ചെയ്ത് പ്രൊഫൈൽ പിക്ചർ ഇടേണ്ട ഒരാവശ്യവുമില്ല. നേരെ തന്നെ ഈ സെർച്ച് വെബ് ഓപ്ഷൻ ഉപയോഗിച്ച് പ്രൊഫൈൽ പിക്ചേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇത് വാട്സാപ്പ് ഗ്രൂപ്പ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഫ്രണ്ട്സ്, ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് രണ്ടാമത്തെ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നത്. വാട്സാപ്പിൽ നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോൺടാക്റ്റിനായിക്കോട്ടെ ഗ്രൂപ്പിലായിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് നമ്മൾ അയച്ച മെസ്സേജസൊക്കെ ആ ഗ്രൂപ്പിൽ നിന്നോ കോൺടാക്റ്റിൻ്റെ ചാറ്റ് ബോക്സിൽ നിന്നോ ഡിസപ്പിയർ ആയാൽ എങ്ങനെയുണ്ടാകും? ആ ഒരു കിടിലൻ ഫീച്ചറാണ് നമ്മുടെ വാട്സാപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. സോ ഞാനൊരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ പ്രൊഫൈൽ പേജിൽ തന്നെ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജ് കാണാം. ഇതിൽ ഒരുപാട് ടൈമേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. 24 hours, 7 days, 90 days, പിന്നെ ഒരു ഓഫ് ബട്ടണും. ഇതെന്താണെന്ന് വെച്ചാൽ എത്ര സമയത്തിന് ശേഷമാണ് നമ്മുടെ മെസ്സേജസൊക്കെ ചാറ്റ് ബോക്സിൽ നിന്നും ഡിസപ്പിയർ ആകേണ്ടത് എന്നുള്ളതാണ്. 24 hours ഡിസപ്പിയർ ആകണോ, അതോ 7 days ഡിസപ്പിയർ ആകണോ, അതോ 90 days കഴിഞ്ഞ് നമ്മുടെ ചാറ്റൊക്കെ ഡിസപ്പിയർ ആകണോ എന്നുള്ളതാണ്. പ്രീവിയസ് അപ്ഡേറ്റിൽ 7 days മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ 24 hours എന്നൊരു ടൈമർ ഓപ്ഷൻ കൂടെ ആഡ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് വാട്സാപ്പിൻ്റെ രണ്ടാമത്തെ അപ്ഡേറ്റ്. സോ ഈ രണ്ട് ഓപ്ഷനുകളും, ഒന്ന് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്നത്, ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്ന സെർച്ച് വെബ് ഓപ്ഷൻ, രണ്ടാമത്തേത് ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓപ്ഷൻ. ഇവ രണ്ടും നിങ്ങളുടെ വാട്സാപ്പിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.